നോക്കൂ, ഷീജയെ നമുക്ക് ഫ്രെയിമിൽ കാണാം. കൊടയൊക്കെ ചൂടിയിട്ടാണ് ഷീജ രാവിലെ തന്നെ ഫ്രെയിമിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ മഴയാണ് തിരുവനന്തപുരത്ത്. നമുക്ക് ഷീജയോട് മഴയുടെ കാര്യങ്ങൾ കൂടി ചോദിക്കാം. ഷീജ, രാവിലെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ മഴയായിരുന്നു. നിലവിലത്തെ കാലാവസ്ഥ എന്താണ്? പൊതുവെ കേരളത്തിൽ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. മധ്യ വടക്ക് ജില്ലകളിൽ നല്ല മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്ത മഴയായിരുന്നു. കോഴിക്കോടൊക്കെ. നമുക്ക് ആ ജില്ലകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് പൊതുവെ നിലനിൽക്കുന്ന അലേർട്ടുകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും വിനിഷ, ഏതായാലും സംസ്ഥാനത്ത് ഓണമിങ്ങ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ആ രീതിയിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ടുള്ള മഴ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇന്നത്തെ ഒരു അലർട്ട് പ്രകാരമാണെങ്കിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പ്രധാന കാരണം ഛത്തീസ്ഗഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ്. അതിൻ്റെ ഒരു സ്വാധീനത്താലാണ് ഈ രീതിയിൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തി പ്രാപിക്കുന്നത്. ഇതിൽ തെക്കൻ ജില്ലകളിൽ അലർട്ട് ഇല്ലെങ്കിൽ പോലും തെക്കൻ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസം രാത്രിയിലുടനീളവും ഇന്ന് പുലർച്ചെ വരെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ തലസ്ഥാനത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവധി ആരംഭിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ നോക്കി അതിൻ്റെ അലർട്ടുകൾ നോക്കിയതിനു ശേഷം ജനങ്ങൾ വിനോദയാത്രകൾ ഒക്കെ തീരുമാനിക്കുക എന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. വിനോദയാത്രാ കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അലർട്ടുകളുടെ പശ്ചാത്തലത്തിലുള്ള ക്രമീകരണങ്ങൾ അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും ജനങ്ങളോട് കൃത്യമായ രീതിയിൽ തന്നെ ഈ അറിയിപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ജാഗ്രത പാലിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമായ രീതിയിൽ വരുന്ന ദിവസങ്ങളിലും തുടരും. ഒരു 3 ദിവസത്തേക്ക് കൂടി ശക്തമായിട്ടുള്ള മഴ സംസ്ഥാന വ്യാപകമായി തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് 10 മണിയോടെ വ്യക്തമാകും. കാരണം അപ്പോഴായിരിക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ടുകൾ വരിക. വിനിഷ, ശരി, താങ്ക് യു ഷീജ. ഏതായാലും ഷീജയോട് കളർ പറയാൻ പറയൂ എന്ന് സർജൻ പറയുന്നുണ്ട്. ഷീജ പറഞ്ഞിരിക്കുന്നു യെല്ലോ, മഞ്ഞ കളറാണ്. അത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ്. കേരളത്തിൻ്റെ മധ്യഭാഗം മുതൽ വടക്ക് വരെയുള്ള ജില്ലകളിലാണ് നിലവിൽ മഞ്ഞ അലേർട്ട് നിലനിൽക്കുന്നത്. ഏതായാലും ശക്തമായ മഴ പെയ്യാൻ തന്നെയാണ് സാധ്യത. താങ്ക് യു ഷീജ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആ രീതിയിലാണ് മഴ അലേർട്ടുകൾ നൽകുന്നത്.